ഫസ്റ്റ് അലോട്ട്മെന്റിലും പ്രതീക്ഷിച്ചു സാർ, സെക്കൻഡ് അലോട്ട്മെന്റിലും പ്രതീക്ഷിച്ചു, പക്ഷെ ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഏക ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും നിലവിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ഓപ്ഷൻ ഒരു ചേഞ്ചും വരാത്ത വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നിരവധി സംശയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ്. ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതും ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയി മാത്രമേ അഡ്മിഷൻ എടുക്കുവാൻ കഴിയൂ. ഇനി ഫസ്റ്റ് ഓപ്ഷന് താഴെയുള്ള മറ്റേത് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ വീണ്ടും ടെമ്പററി ആയി അഡ്മിഷൻ എടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, സെക്കൻഡ് അലോട്ട്മെന്റിൽ ചേഞ്ച് വരാത്ത വിദ്യാർത്ഥികൾ. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ പെർമനന്റ് ആയി അഡ്മിഷൻ എടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതുമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിലും പ്രതീക്ഷിച്ചു സാർ, സെക്കൻഡ് അലോട്ട്മെന്റിലും പ്രതീക്ഷിച്ചു, പക്ഷേ ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഏക ഓപ്ഷൻ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. തേർഡ് അലോട്ട്മെന്റ് ജൂൺ 29 പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നിലവിൽ ആ സ്കൂളിൽ കിട്ടിയ റാങ്ക്, സ്കൂളിൽ വിളിച്ച ലാസ്റ്റ് റാങ്ക് ഇതാണ്, എന്റെ റാങ്ക് ഇത്രയാണ്, അപ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ്. അവർക്കുള്ള ഉത്തരമാണിത്. നമുക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന സമയത്തും ഏകദേശം 20 റാങ്കിന്റെ വ്യത്യാസം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പോലും ഉണ്ടായിരുന്നു. അവർക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. നിലവിൽ ഒരു 10, 14, മാക്സിമം 20 സീറ്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആ സ്കൂളിലെ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ടോട്ടൽ സീറ്റ് എത്രയാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എത്ര വരെ ഫില്ലായി പോയിട്ടുണ്ട്, അപ്പോൾ ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ എത്ര വരെ ഫില്ലായിട്ടുണ്ട്, ഇനി വേക്കന്റ് എത്ര ഉണ്ട്, ഇനി അവിടെയും ടെമ്പററി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ മേ ബി അടുത്ത അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ പോകാം. അപ്പോൾ വീണ്ടും സീറ്റ് വേക്കന്റ് ആവും. അപ്പോൾ ടോട്ടൽ വേക്കന്റ് സീറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടൂ. തന്നെ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളൂ. ഇനി ഇവിടെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നില്ല, മറിച്ച് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെന്റ് ജൂൺ 29 നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഉപകാരമായാൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം.